ഓണരുചികൾ ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പച്ചമോരും രസവും. രണ്ടും നമുക്ക് സദ്യ കഴിയുമ്പോൾ കഴിക്കാൻ അടിപൊളിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനത്ര ഹെവിനെസ് ഒന്നും തോന്നില്ല. സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ പച്ചമോര് റെഡിയാക്കാമെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടിത്തൈരെടുത്ത് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണ്. മിക്സിയുടെ ജാറ് കൂടി ഒന്ന് വാഷ് ചെയ്ത് ആ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ ഒരു 8-10 കാന്താരി മുളക്, 8-10 ചുവന്നുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും ക്രഷ് ചെയ്ത് ചതച്ച് വെച്ചേക്കുവാണ്. അപ്പം ചതച്ച് തന്നെ ചേർക്കുന്നതാണ് നമ്മുടെ മോരിന് ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ ആ വിപ്പ് ചെയ്ത് വെച്ച തൈരിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത്. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ചതച്ച് ചേർക്കാം. പക്ഷേ കാന്താരി മുളകാണെങ്കിൽ ഇരട്ടി ടേസ്റ്റാണ്. അതുപോലെ കറിവേപ്പിലയും ചതച്ച് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച എല്ലാ ഐറ്റംസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമോരിൻ്റെ പരിപാടി. അപ്പോൾ ഈ രീതിയിൽ മോരുണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അല്പം പച്ചമോര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പച്ചമോര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അടുത്തത് നമുക്ക് രസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്തോട്ട് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചു. അതിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ടു. മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 8 ചുമന്നുള്ളിയും 8 വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഇത് 3ഉം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ചതച്ച കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ അളവ് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഞാനിപ്പോൾ ഈ അളവിലാണ് ചേർക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. തക്കാളി കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കണം. ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കണേ. അപ്പോൾ കായപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുന്ന രസത്തിന് ഇരട്ടി ടേസ്റ്റ് കൊടുക്കും. ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും മല്ലിയില കൂടി ചേർത്താൽ. മല്ലിയില കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ല അടിപൊളി സദ്യയുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓണസദ്യയിലെ എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ
ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്